അസ്സലാമലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ ഒരു നോമ്പുതുറയുടെ വീഡിയോ ആണ്. എൻ്റെ ഫുൾ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് ഫോൺ പണി തന്നു. അങ്ങനെ ഒരുവിധമുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം കഴുകി നല്ലതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ബാക്കി പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞ് വെക്കുവാണ്. നമുക്ക് പിന്നെ ആവശ്യത്തിനനുസരിച്ച് അങ്ങ് ഇട്ടാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു പാക്കറ്റിനകത്ത് അല്ലെങ്കിൽ ഒരു ടിന്നിനകത്തോ ആക്കി അടച്ച് ഫ്രിഡ്ജിലങ്ങ് വെക്കും. അതണക്ക് ബാക്കി സ്ട്രോബെറി ആണെങ്കിലും ഇതണക്ക് നല്ലതുപോലെ കഴുകിയിട്ട് വെള്ളമൊക്കെ തോന്നിട്ട് ഒരു പാക്കറ്റിലാക്കി മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മുളക് ബജിക്കുള്ള നല്ലതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാമെന്ന് വെച്ചു. അഥവാ എരി ഉണ്ടെങ്കിൽ അധികം അന്നേരം ബജ്ജി ഉണ്ടാക്കുമ്പം എരി തോന്നത്തില്ലല്ലോ. അരിയൊക്കെ നല്ലതുപോലെ നമ്മൾ കഴുകി കളയുകയാണെങ്കിൽ. അങ്ങനെ അതും കട്ട് ചെയ്ത് വെച്ചു. അതിനിടയ്ക്ക് പിന്നെ മുട്ടയും പുഴുങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി പിന്നെ ഞാൻ കുറച്ച് മുന്തിരി സ്ക്വാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതാകുമ്പോൾ എന്നും പെട്ടെന്ന് ജ്യൂസ് ഉണ്ടാക്കിയില്ല എന്നും പറഞ്ഞ് ടെൻഷൻ അടിക്കണ്ടല്ലോ. പെട്ടെന്ന് ഒരിത്തിരി ഇങ്ങോട്ട് ഒഴിക്കുക, വെള്ളം ഒഴിക്കുക, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ കുറച്ച് സ്ക്വാഷിന് വേണ്ടിയിട്ടും ഇച്ചിരി വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാമെന്ന് വെച്ചു. വൈകിട്ട് ചപ്പാത്തിയും ഗോബി മഞ്ചൂരിയൻ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇച്ചിരി ഓയിലും കൂടെ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഓവനിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അല്ലാതെ വേണ്ടുന്നവർക്ക് അങ്ങനെ ഫ്രൈ ചെയ്യാം. ഓവനിലാവുമ്പം അധികം എണ്ണയുടെ ആവശ്യമില്ല, ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ മൈദയല്ല ഞാനിത് ചേർക്കുന്ന, അരിപ്പൊടിയാണ്. മൈദ ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം. ഒരു ഹെൽത്തി വേ എന്നുള്ള രീതിയിൽ ഞാൻ അരിപ്പൊടി വെച്ചിട്ടാണ് ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാറുള്ളത്. അതുപോലെ തന്നെ സ്ട്രോബെറിയും നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ പിന്നെ കുറച്ച് മാങ്ങാച്ചാർ ഉണ്ടാക്കിയതാണ്. അതാകുമ്പം ഇടയത്താഴത്തിനൊക്കെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ എടുത്താൽ കഴിച്ചാൽ മതിയല്ലോ. അങ്ങനെ റെഡിയാക്കി. പിന്നെ കുറച്ച് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാമെന്ന് വെച്ചു. അത് യോഗേർട്ടിലാണ് ഉണ്ടാക്കുന്നത്. യോഗേർട്ട് പിന്നെ നോമ്പ് തുറക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇട്ട് വെക്കാമെന്ന് വെച്ചു. അങ്ങനെ ബാക്കി വേണ്ടുന്ന ആപ്പിളും ഞാൻ മാങ്ങ അച്ചാറിട്ടില്ലേ, അത് ചെറിയ നല്ല പഴുത്ത മാങ്ങയായിരുന്നു. അങ്ങനെ കുറച്ച് ഇതിനു വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടാണ് അച്ചാറും ഇട്ടത്. അങ്ങനെ മാങ്ങയും ആപ്പിളും പഴവും പിന്നെ കഴുകി വെച്ചേക്കുന്ന സ്ട്രോബെറിയും എല്ലാം കൂടെ ഇട്ട് ഞാനിപ്പോൾ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് പിന്നെ സമയത്ത് യോഗേർട്ടും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാമെന്ന് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ലുലുവിൽ പോയപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു പാത്രമാണ്. സാധാരണ നമ്മൾ പണ്ടൊക്കെ ഷോപ്പിലൊക്കെ പോകുമ്പം നമുക്ക് വേണ്ടുന്ന ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ ബ്യൂട്ടി സാധനങ്ങൾ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ വാരി പറക്കുന്നത്. ഇപ്പം എന്താണെന്നറിയില്ല, നമ്മളിപ്പം ഷോപ്പിലൊക്കെ പോകുമ്പം ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് ഏതൊക്കെ പാത്രങ്ങൾ ഏതൊക്കെ മോഡലിലിരിക്കുന്നു എന്നൊക്കെയുള്ളതാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. മെയിനായിട്ട് അതങ്ങനെ കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട് വെക്കാമെന്ന് വെച്ചു. പ്ലാസ്റ്റിക് ടിന്നി വെക്കണ്ട, ഇതാകുമ്പം പെട്ടെന്ന് എടുക്കാനും എളുപ്പമുണ്ട്. മറ്റേത് പ്ലാസ്റ്റിക് ടിന്നിലാകുമ്പം പെട്ടെന്ന് തുറന്നടച്ച് പാടല്ലേ. അങ്ങനെ അതും റെഡിയാക്കി ഒരു സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. കണ്ടാൽ നല്ല രസമുണ്ട്. അങ്ങനെ അതും കഴിഞ്ഞു. അത് കഴിഞ്ഞാണ്ട് സ്ട്രോബെറി നല്ലപോലെ വെള്ളം മാറുന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരു പാക്കറ്റിലാക്കി നമ്മുടെ സിപ്ലോ കവറില്ലേ അതിനകത്താണ് ആക്കി അങ്ങ് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ജ്യൂസ് അടിക്കാനാണെങ്കിലും സാലഡ് ഉണ്ടാക്കാനാണെങ്കിലും അങ്ങനെയൊക്കെ എടുക്കും. പിന്നെ കുറച്ച് മീനും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. തലേ ദിവസം നമ്മൾ ലുലുവിൽ പോയതുകൊണ്ടാണ് ഇത്രയും ഓവർലോഡ് ജോലി പോലെ തോന്നുന്നത്. അങ്ങനെ മീനും കാര്യങ്ങളും വെട്ടിയെടുത്തു. അതിൻ്റെ കൂടെ മസാലയും പുരട്ടിയിട്ട് ഒരുമിച്ചങ്ങ് ഞാൻ മസാല പുരട്ടുകയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ മോന് കൊടുക്കണമെങ്കിലും അല്ലാതെ നമ്മൾ പൊരിക്കാനാണെങ്കിലും കറി വെക്കാനാണെങ്കിലും എല്ലാം പിന്നെ ഇതിൽ നിന്ന് അങ്ങ് എടുത്ത് വെക്കും. അതാകുമ്പം പിന്നെ പണിയില്ല. പിന്നെ എടുത്ത് നമ്മൾ മസാല പുരട്ടിയും എടുത്ത് വെക്കുന്നതിനെക്കാട്ടി എളുപ്പമായിട്ട് എനിക്കിതാണ് തോന്നാറ്. അങ്ങനെ 2 ടൈപ്പ് മീനാണ് കിട്ടിയിരുന്നത്. അങ്ങനെ അത് രണ്ടും ഒരുമിച്ച് മസാല പുരട്ടി ഇതാണ് കിട്ടിയതിലാക്കി ഫ്രീസറിൽ വെക്കും. അത് കഴിഞ്ഞ് പിന്നെ രാത്രിയിലത്തേക്കുള്ള ചപ്പാത്തിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതും ഇത് കണക്ക് ഒന്ന് പരത്തി മറ്റേ നമ്മുടെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് അങ്ങ് പ്ലേറ്റിൽ കവർ മൂടി അങ്ങ് വെച്ചേക്കത്തേ ഉള്ളൂ. എന്നിട്ട് സമയമാകുമ്പോൾ രാത്രി അന്നേരം നൈറ്റ് ആകുമ്പം എടുത്ത് ചപ്പാത്തി ചുട്ടാൽ മതി. വേറെ പാടൊന്നുമില്ല. കറിയും ഞാനിവിടെ ഗോബി മഞ്ചൂരിയൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്ക്വാഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പോളം ഞാൻ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ഏകദേശം ഒരു ലൂസ് പരുവത്തിൽ വരുമ്പോഴത്തേക്ക്, അതായത് ഒരു കട്ടി വരത്തില്ലേ, നമ്മൾ എടുത്തിങ്ങനെ ഒഴിച്ച് വെക്കുമ്പോൾ ചെറിയൊരു കട്ടി വരുന്നില്ലേ,
ആ ടൈപ്പ് ആകുമ്പം അതിലേക്ക് ഞാൻ മുന്തിരി ഞാൻ ഒരു വിസിലടുപ്പിച്ച് വേവിച്ചിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടത് നല്ലതുപോലെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഒരരിപ്പയിൽ അതിൻ്റെ ചാറൊന്ന് അരിച്ച് നല്ലതുപോലെ ഞെക്കിപ്പിഴിഞ്ഞെടുത്താൽ മതി. എന്നിട്ട് ഇതിലോട്ട് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു അരനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചാൽ കണ്ടോ റെഡി ആയിട്ടുണ്ട്. ഇതും ചെറിയൊരു തിക്ക് പോലെ വരുവാണെന്നുണ്ടെങ്കിൽ അന്നേരം നിർത്താം.